ഹായ്ഡാ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും PC ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ഫേസിലും ഉറപ്പായിട്ട് നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് വൈക്കം സത്യാഗ്രഹം. നമുക്ക് ആ ഫാക്ട്സ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേതും. 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷനുകളും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇതിന്റെ ആൻസറുകൾ പറയുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബാക്കി കണക്റ്റഡ് ഫാക്ട്സ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിന് ശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഐത്തോച്ചാടനം. ഈ ഐത്തോച്ചാടനത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് കേരളത്തില് വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായിട്ടുള്ളത്? കോട്ടയത്ത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള, അതായത് പൊതുനിരത്തില് ആർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നോ? അവർണരായിട്ടുള്ള ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല. അതായത് സവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്തുണ്ട്, അതിന്റെ മുന്നിലൂടെയുള്ള നിരത്തിലൂടെ എന്ത് ചെയ്യാം, സഞ്ചരിക്കാമായിരുന്നു. എന്നാൽ അതല്ലാതെ അവർണരായിട്ടുള്ള ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധമായിരുന്നു. ഇത് നേടിയെടുക്കാൻ, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, വൈക്കം സത്യാഗ്രഹം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ സമരമുറ എന്ന് പറയുന്നത് ഈഴവ പുലയ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അതായത് 3 ആളുകള് ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള നിരത്തില് അവർണർക്ക് പ്രവേശനം ഇല്ല എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ബോർഡിനെ മറികടക്കുക, അതായത് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട്, സത്യാഗ്രഹത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പോലീസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഇവരെ മറികടന്നിട്ട് നേരിടുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവർക്കിത് സാധിക്കുന്നില്ല. എന്താ സംഭവിക്കുന്നത്, ഈ സമരകാരികളെ പോലീസ് എന്ത് ചെയ്യാണ്, ക്രൂരമായിട്ട് നേരിടുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഫാക്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയില് ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയില് ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇത് ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? KPCCയുടെ നേതൃത്വത്തിലാണ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരളത്തില് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. കോട്ടയം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ്. നമ്മൾ ഓർത്ത് വെക്കണം, ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ളതല്ലടാ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ടുള്ളത്. 1924 മാർച്ച് 30 ആരംഭിച്ച പ്രക്ഷോഭമാണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 24 ആരാ നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരി? അത് ശ്രീമൂലം തിരുനാളാണെന്ന് മനസ്സിലാക്കി വെക്കാം. കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ, കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ തുടങ്ങിയ, അതായത് പുലയ ഈഴവ നായർ സമുദായത്തിൽപ്പെട്ട, അതായത് അവർണരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇവരുടെ കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സവർണരായിട്ടുള്ള ആളുകളും ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇവരെന്താ ചെയ്യുന്നത്, ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേര് അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി കടന്നു പോകുക എന്നതായിരുന്നു സമരമുറ. 1923 മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായിട്ട് കാക്കിനഡയിൽ വെച്ചിട്ട് ഒരു INC സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികളാണ് TK മാധവൻ, സർദാർ KM പണിക്കർ, KP കേശവ മേനോൻ തുടങ്ങിയവർ. ഈ INCയിൽ വെച്ചിട്ട്, അതായത് 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് TK മാധവൻ ഐത്തോച്ചാരണത്തിനെതിരായിട്ട്, അതായത് ഐത്തത്തിനെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, TK മാധവൻ ഐത്തത്തിനെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. INC ഈ പ്രമേയം എന്ത് ചെയ്യുന്നു, പാസ്സാക്കുന്നു. INC പ്രമേയം എന്ത് ചെയ്യാണ്, പാസ്സാക്കുകയാണ്. PC നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഐത്തോച്ചാരണത്തിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ഏതാണ്? അത് 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനമാണ്. ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? മൗലാന മുഹമ്മദ് അലിയാണ്. ഇനി കേരളത്തിൽ നോക്കൂ, കേരളത്തില് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരാണ്? പ്രധാന നേതൃനിരയിലുള്ള വ്യക്തിയാണ് TK മാധവൻ. TK മാധവനാണ് നേതൃത്വത്തില് പ്രധാനി. മറ്റു നേതാക്കൾ ആരൊക്കെയാണ്? KP കേശവ മേനോൻ, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠൻ പിള്ള, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവർ.
അപ്പം നേതാക്കളെ ചോദിച്ചാൽ ആരൊക്കെയാണ്? ഏറ്റവും പ്രധാന നേതാവ്, നേതൃനിരയിൽ പ്രധാനി ആരാണ്? ടി.കെ. മാധവനാണ്. മറ്റു നേതാക്കളാണ് കെ.പി. കേശവമേനോനുണ്ട്, സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠ പിള്ള, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവര്. വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിക്കാൻ ശ്രീനാരായണ ഗുരു തുറന്നു കൊടുത്ത മഠം അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു അനുവദിച്ച മഠമാണ് വെല്ലൂർ മഠം. ഏതാണടാ? വെല്ലൂർ മഠം. വൈക്കത്തുള്ള വെല്ലൂർ മഠമാണ് സത്യാഗ്രഹികളായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു അനുവദിച്ച മഠം. ഇതിൽ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും. ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കൾ, കാരണം ഇത് ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ലേ, അപ്പൊ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ വന്നിട്ടുള്ള നേതാക്കളാണ് ഗാന്ധിജി, ഇ.വി. രാമസ്വാമി നായ്ക്കർ, സി രാജഗോപാലാചാരി തുടങ്ങിയവര്. ഗാന്ധിജി, ഇ.വി. രാമസ്വാമി നായ്ക്കർ, സി രാജഗോപാലാചാരി തുടങ്ങിയവര്. അതില് ഗാന്ധിജിയുടെ പ്രേരണയാല് വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. അപ്പൊ ഗാന്ധിജി, ഇ.വി. രാമസ്വാമി നായ്ക്കർ, സി രാജഗോപാലാചാരി, ആചാര്യ വിനോബ ഭാവെ തുടങ്ങിയവര് വൈക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സമര സമയത്ത് സന്ദർശിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇ.വി. രാമസ്വാമി നായ്ക്കരെ കുറിച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്നത് പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും അറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും അറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. രാമസ്വാമി നായ്ക്കരുടെ ഭാര്യ, അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ നാഗമ്മ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജയിലിലായിട്ടുള്ള വനിതയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ നാഗമ്മ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചെത്തിയതാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹം എവിടെ നിന്നാണ് ജാഥ നയിച്ചെത്തുന്നത്? തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചെത്തി. ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണടാ? ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് വൈക്കത്താണ്. ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് വൈക്കത്താണെന്ന് പഠിച്ചു വെക്കാം. അപ്പൊ പെരിയോർ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് നാഗമ്മ. അവർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തിയാണ്. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചെത്തിയ വ്യക്തിയാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലെ വൈക്കത്താണ്, അതായത് കോട്ടയം ജില്ലയിലാണെന്ന് മനസ്സിലാക്കാം. ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ചിട്ട് പഞ്ചാബിൽ, കാരണം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭമായതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. ഈ അകാലികള് വൈക്കം സത്യാഗ്രഹികൾ സൗജന്യമായിട്ട് അവർ ഭക്ഷണശാല തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് അവിടെയുള്ള സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം സൗജന്യമായിട്ട് നൽകിയിട്ടുള്ള ആളുകളാണ് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികള്. ഈ അകാലികളുടെ നേതാവ് ആരാണടാ? അത് ലാലാ ലാൽ സിംഗ് ആണ്. പഞ്ചാബിൽ നിന്നെത്തിയ അകാലികൾ എന്താ ചെയ്തിട്ടുള്ളത്? വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്നു കൊടുത്തു. ഇനി ഈ അകാലികളുടെ നേതാവ് ചോദിച്ചാൽ അത് ആരാണ്? അത് ലാലാ ലാൽ സിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാക്കളാണ് ഗാന്ധിജി, ഇ.വി. രാമസ്വാമി നായ്ക്കർ, സി രാജഗോപാലാചാരി, ആചാര്യ വിനോബ ഭാവെ തുടങ്ങിയവർ. നമ്മൾ അല്ലാതെ കേരള PSC ചോദിക്കുന്നതാണ് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ ഒന്നാം കേരള സന്ദർശനം എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം നടന്ന വർഷമാണ് ഉണ്ടായത് 1925. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അത് 1925 പഠിച്ചു വെക്കാം. അപ്പൊ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ചോദിച്ചാൽ ഏതാണ്? അത് 1924. എന്നാൽ ഈ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി വൈക്കം ക്യാമ്പ് സന്ദർശിക്കുന്നത് എപ്പോഴാണ്? അത് 1925. ഈ ഗാന്ധിജി ഈ വൈക്കം സന്ദർശിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? അത് റാണി സേതു ലക്ഷ്മിബായി ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് 1924 തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളും. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിബായി ആണെന്ന് മനസ്സിലാക്കുക. ഈ ശ്രീമൂലം തിരുനാള് മരണപ്പെട്ട സമയത്ത് ഇവര് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജയിലിലാക്കപ്പെട്ട ഒരുപാട് വ്യക്തികൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെറുതെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ.
വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരാണ്? വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് രാഘവയ്യ. ആരാണടാ? തിരുവിതാംകൂർ ദിവാനാണ് രാഘവയ്യ. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് എത്ര, അതായത് എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. 603 ദിവസം നീണ്ടു നിന്ന ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. 603 ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കിഴക്കേ നട, ഏത് നടയാണ്? കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകള് ജാതി ഭേദമന്യേ എല്ലാവർക്കും എന്ത് ചെയ്യാണ്? തുറന്നു കൊടുക്കാൻ ഉത്തരവാകുവാണ്. ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് 1925 നവംബർ 23-നാണ്. 1924 മാർച്ച് 30-ന് ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് തുടങ്ങിയ വൈക്കം സത്യാഗ്രഹം 1925 നവംബർ 23-ന് എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. അപ്പോൾ ഭരണാധികാരി ആരാണ്? സേതുലക്ഷ്മി ബായി ആണെന്ന് പഠിക്കുക. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1928. നോക്കൂ, 25-ന് വൈക്കം ഭാഗം, അതായത് കോട്ടയം ജില്ലയുടെ വൈക്കം ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷേത്ര നിരത്തുകൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്ത വർഷം 1928 ആണെന്ന് പഠിച്ചു വെക്കണം. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം സവർണ ജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചിട്ടുള്ളത്. 1924 നവംബർ 1-ന് സവർണ ജാഥ ആരംഭിച്ചിട്ട് 24 നവംബർ 12-ന് വരെ എവിടെ എത്തിച്ചേരുകയാണ്? തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയാണ്. അപ്പൊ വൈക്കം മുതൽ തിരുവനന്തപുരത്തെ വരെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. 1924 നവംബർ 1-ന് ആരംഭിക്കുന്നു. 1924 നവംബർ 12-ന് തിരുവനന്തപുരത്ത് എത്തുന്നു. ഇതേപോലെ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ M.E. നായിഡു. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ M.E. നായിഡു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിവേദനം സമർപ്പിച്ചത് സേതുലക്ഷ്മി ബായിക്കാണ്. ഈ സവർണ ജാഥ നയിച്ചെത്തിയ ആളുകള് വൈക്കം ക്ഷേത്രത്തിലെ എല്ലാ വഴികളും ജാതി ഭേദമന്യേനെ തുറന്നു കൊടുക്കണമെന്നുള്ള നിവേദനം സേതുലക്ഷ്മി ബായിക്ക് സമർപ്പിക്കുകയാണ്. നിവേദനത്തിൽ 23,000 പേര് ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത്, അതായത് ഈ നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഈ നിവേദനമാണ് വൈക്കം മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ഈ സേതുലക്ഷ്മി ബായിക്ക്, അതായത് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി ഭേദമന്യേനെ തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ള നിവേദനമാണ് വൈക്കം മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ, ഇങ്ങനൊരു ഫാക്ട് ഉണ്ട്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് SCERT-യിൽ കൊടുത്തിട്ടുള്ള ഫാക്ട്സ്, അതേപോലെ NCERT-യിൽ കൊടുത്തിട്ടുള്ളത്, ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള ഫാക്ട്സ് നമ്മളൊന്ന് ഓടിച്ചു പറഞ്ഞു പോവാണ്. നമ്മൾ ഈ പറഞ്ഞ ഫാക്ട്സുകൾ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ SCERT-യും NCERT-യും ഒക്കെ എത്ര ഇമ്പോർട്ടൻസ് ആണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊന്ന് ഓടിച്ചു പറയുന്നത് കേട്ടോ. നോക്കൂ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം 1924. TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഇത് SCERT-യില് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഫാക്ട് ആണ്. അപ്പം തുടങ്ങിയ വർഷം ഇതിൽ കൊടുത്തിട്ടുണ്ട്. TK മാധവന്റെ നേതൃത്വത്തിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചതെന്ന് കൊടുത്തിട്ടുണ്ട്. അവർണ ജാതിക്കാർക്ക് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയാണെന്നും കൊടുത്തിട്ടുണ്ട്. ഇനി NCERT-യില് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു വായിച്ചു പോവാം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു. അപ്പം
NCERT എങ്ങനെയാണ് തന്നിട്ടുള്ളത്? അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമാണ് 1924-25 പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ തുടങ്ങിയ സുപ്രധാന നേതാക്കൾ ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഈ സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണിയായ സേതു ലക്ഷ്മിബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായകമായി. ഒടുവില മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ 1925 സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെയുള്ള ഫാക്ടാണ് 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിന് മുൻവശത്ത് കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗക്കാർ ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി. ഇതാണ് NCERT കൊടുത്തിട്ടുള്ള ഫാക്ട്. ഇത് തന്നെയാണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും. ഇനി ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് കൊടുത്തിട്ടുണ്ട്. അയിത്തോച്ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരമാണിതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള ആളുകളെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, മന്നത്ത് പത്മനാഭൻ, KP കേശവ മേനോൻ, TK മാധവൻ, അങ്ങനെയുള്ള സമുന്നതരായ മറ്റു നേതാക്കളും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. സമരത്തിന് പിന്തുണയേകിയ സവർണ ഹിന്ദുക്കൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സവർണ ജാഥ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവമായിരുന്നു. ജാഥാംഗങ്ങൾ തിരുവനന്തപുരത്ത് ചെന്ന് മഹാറാണി സേതുലക്ഷ്മിബായിയെ സന്ദർശിച്ചു തങ്ങളുടെ ആവശ്യം ബോധിപ്പിച്ചു. കാലക്രമേണ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിൽ വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും അത്യന്തം പ്രയോജനകരമായി. സത്യാഗ്രഹം 20 മാസം നീണ്ടു നിന്നു. ഇനി 603 ദിവസം എന്നുള്ളതിന് പകരം 20 മാസം എന്നായിരിക്കാം ചിലപ്പം തരിക. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സത്യാഗ്രഹികൾ അറസ്റ്റിനും മർദ്ദനത്തിനും ഇരയായി. ഒടുവിൽ മഹാത്മാഗാന്ധി ഇടപെടുകയാൽ സമരം 1925 വിജയകരമായി പര്യവസാനിച്ചു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകൾ ജാതി വ്യത്യാസമന്യേ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. അവർണ ഹിന്ദുക്കൾക്ക് വൈക്കത്ത് അനുവദിച്ച് കിട്ടിയ ഈ സൗജന്യം അവർക്ക് തിരുവിതാംകൂറിലെ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഉടനെ ലഭിക്കുക ഉണ്ടായില്ല. ആകയാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയകരമായ പര്യവസാനത്തെ തുടർന്ന് അമ്പലപ്പുഴ, തിരുവാർപ്പ്, ശുചീന്ദ്രം, ഏതൊക്കെയാണ്? അമ്പലപ്പുഴ, തിരുവാർപ്പ്, ശുചീന്ദ്രം മുതലായ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രനിരത്തുകളിലും അവർക്ക് അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അമ്പലപ്പുഴയും തിരുവാർപ്പ് ക്ഷേത്രവും ശുചീന്ദ്രത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് സമരം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. 1928 തിരുവിതാംകൂറിൽ എല്ലാ ക്ഷേത്ര നിരത്തുകളിലും ജാതി പരിഗണന കൂടാതെ സമസ്ത ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തു എന്നാ പറയുന്നത്. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ ജാതി ഭേദമന്യേ തുറന്നു കൊടുത്തത് എന്നുള്ള ഫാക്ടാണ് അവസാനമായിട്ട് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ശരിയായത് സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് നടന്നത് തുടങ്ങിയ ഫാക്ട്സ് പറഞ്ഞതാണ്. അപ്പം ഇത് ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അല്ലെ. മധുരയിൽ നിന്നും ജാഥ നയിച്ചെത്തിയ EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്ന ഇദ്ദേഹം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഇതും ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ് അല്ലെ. സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി. 4ാമത്തെ ഫാക്ട്, ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അത് തെറ്റല്ലേ? എടാ, സത്യാഗ്രഹികളുടെ ആവശ്യം ക്ഷേത്രപ്രവേശനമായിരുന്നോ? അല്ല. സത്യാഗ്രഹികളുടെ ആവശ്യം എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യമാണ് അല്ലെ. ക്ഷേത്രത്തിന്റെ പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പം ശരിയായ ഇത് ഓപ്ഷൻ 1, 2, 3 ഓപ്ഷൻ A ആണ് ശരിയായത്. 1, 2, 3 ഓപ്ഷൻ A ആണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചതാരാണ്? അതിൽ TK മാധവനുണ്ട്, AK ഗോപാലനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, P കൃഷ്ണപിള്ളയുണ്ട്. മന്നത്ത് പത്മനാഭൻ
സത്യാഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹമാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതെങ്കിലും വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃനിരയിൽ പ്രധാനി ആരാണ്? TK മാധവനാണെന്ന് നമ്മൾ പഠിക്കണം. പ്രധാനി ആരാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിൽ TK മാധവൻ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും നോക്കണ്ട. അവിടെ മന്നത്ത് പത്മനാഭൻ ഉണ്ടെങ്കിലും KP കേശവമേനോൻ ഉണ്ടെങ്കിലും കുരൂർ നീലകണ്ഠപിള്ള ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ TK മാധവനാണ് ഉത്തരം നൽകേണ്ടത്. 2 ചോദ്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, തേർഡ് സ്റ്റേജിനും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും 3ാമത്തെ സ്റ്റേജിനും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വരിക. ഓൾമോസ്റ്റ് SCERTയും NCERTയും മറ്റ് നമുക്ക് ലഭിക്കാവുന്ന മിക്ക സോഴ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുക, എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനും, അതായത് തേർഡ് സ്റ്റേജിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. താങ്ക്